രജനെ സാറേ നമസ്കാരം. കിട്ടിയോ അതിനെ? ഇല്ല, കിട്ടിയില്ല. ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ ഒരു മൂർഖൻ പാമ്പായിരുന്നു തോന്നുന്നു. അത് കാരണം നമ്മൾ നല്ല രീതിയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി പത്തനംതിട്ട ചുങ്കപ്പാറ സ്വദേശി ടിജിനാണ്. കഴിഞ്ഞ 5 വർഷമായി 5 വർഷമായി 1500 അല്ലേ? 1250 1300 കോബ്ര ഞാൻ പിടിച്ചു. മൂർഖൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ടിജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഈ വനപാലകരുടെ പരിശീലനം സിദ്ധിച്ച അപൂർവം ഈ പാമ്പ് പിടുത്തക്കാരിലാണ്. ടിജിനൊരു ചാരിറ്റി അതിൽ അല്ലേ ടിജിന്? അതെ അതെ, നമ്മുടെ സർപ്പയുടെ കീഴിൽ 10,000 പേരുണ്ട്. ഈ 8,000 പേരും സർക്കാരിൽ നമുക്ക് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിക്കാണ് ഇത് ചെയ്യുന്നത്. അൻവർ സാർ എടുത്തു പറയേണ്ട ഒരു പേരാണ്. സർപ്പയുടെ നോഡൽ ഓഫീസറാണ്. കേരള ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ കൂടിയാണ്. പുള്ളിയുടെ കീഴിൽ പരിശീലനം നേടി ഇറങ്ങിയവരാണ് ഈ 8,000 പേരും. അദ്ദേഹം ഒരു നല്ല മാതൃകാപരമായുള്ള നല്ലൊരു ഓഫീസറാണ്, നല്ലൊരു വ്യക്തിത്വം കൂടിയാണ്. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം അതുപോലെയാണ് ക്ലാസ്സുകൾ കൊടുത്ത് മറ്റൊരാൾക്ക് ബൈറ്റ് കിട്ടാതെ, കടി കിട്ടാതെ, അല്ലെങ്കിൽ ബോധവൽക്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളി മികച്ചു നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ സർപ്പ വോളണ്ടിയറായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ 5 വർഷമായി അവരുടെ കൂട്ടത്തില്. നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തേക്കാൾ കൂടുതൽ സ്നേഹവും കാര്യങ്ങളും കരുതലും ഉള്ള ഒരു ഓഫീസർമാരാണ് റാന്നിയിലെ ഫോറസ്റ്റുകാര്. കാരണം നമ്മളൊരു കേസ് എടുക്കാൻ പോകുമ്പോ തൊട്ട് തിരിച്ച് വരുന്നിടം വരെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം മറ്റുള്ള പാമ്പ് പിടുത്തക്കാരിൽ നിന്നും പ്രത്യേകിച്ച് വനപാലകർ ടിജിനെ വിളിക്കും അല്ലേ? അതെ, വ്യക്തിപരമായി എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മറ്റൊരാളെ പറ്റത്തില്ല. ഞാൻ ഈ 5 വർഷമായിട്ട് പോകുന്നു. എനിക്കപ്പം കൂടുതലും ബന്ധം റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ്. ഒരാളുടെയും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നിനേക്കാൾ മികച്ചെന്ന് പറഞ്ഞാലാണ് ഓഫീസർമാർ, വന്നവരും പോയവരും ഉള്ളവരും ഒക്കെ. ഇന്നലെയാണെങ്കിലും വൈകിട്ട് ഞാനിപ്പോ പോയി എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയൊരു മൂർഖനെ എടുത്തു എന്ന് പറയുന്നത് നമ്മുടെ വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ വെണ്ണിക്കുളത്തെ ഒരു വീട്ടിന്റെ മുറ്റത്തു നിന്നാണ്. അതെന്ന് പറഞ്ഞാൽ 9 അടിയോളം നീളമുള്ള ഒരു മൂർഖനാണ്. അത് ഞാൻ എടുത്തിട്ടുള്ളതിൽ വെച്ചാൽ ഏറ്റവും വലിയൊരു മൂർഖൻ ആണ്. അതിന് മേലെ വലിയൊരു മൂർഖൻ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളതിലും ഞാൻ പിടിച്ചിട്ടുള്ള 10,250 അല്ലെ 1,300ഓളം മൂർഖന്മാരിൽ ഞാൻ പിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ മൂർഖനാണ്. അതിനെ ഇന്ന് റാന്നി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൈമാറുന്നതാണ്. അപ്പം ഞാൻ ആ മൂർഖനെ എടുക്കാൻ പോയിടം തൊട്ട് തിരിച്ചു വരുന്നിടം വരെ ഇവരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. സേഫ് ആണോ, പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് ആ ഒരു വിളിയും കരുതലും മാത്രമാണ് നമ്മളെ ഏത് രാത്രിക്കും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്നത്. ടിജിനെ, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ സംസ്ഥാനത്ത് ഉടനീളം ഈ വേനൽ ചൂടുന്നത് കൂടി പാമ്പ് കടി കേൾക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ശംഖുവരേന്റെ ഒക്കെ ഒരു കുഞ്ഞും അമ്മയും 2 സഹോദരങ്ങളും ഒക്കെ അല്ല, എന്തുകൊണ്ടാണ് ടിജിനെ? ഈ വേനൽക്കാലമാണോ, അങ്ങനെയാണോ? അല്ല, പണ്ടത്തെ ഒരു കാലാവസ്ഥയല്ല ഇപ്പൊ നിലവിലുള്ളത്. കാലാവസ്ഥ മൊത്തം വ്യതിയാനങ്ങളായി. മറ്റേ ജൂൺ 1 എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് പോലും മഴ പെയ്യുമ്പോഴാണ് ജൂൺ 1 എന്നറിയുന്നത്. ഇപ്പൊ അങ്ങനല്ല. മഴക്കാലം മഴയാണേലും കുറഞ്ഞു, ചൂടാണേൽ കൂടി. കാലാവസ്ഥ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചു. ഈ പ്രാവശ്യം അന്തരീക്ഷ ഊഷ്മാവ് അധികമായിട്ട് വർദ്ധിച്ചു വരുന്നു. നമുക്ക് പണ്ട് ഉള്ളതിൽ കൂടുതൽ നമുക്ക് താങ്ങാൻ, നമുക്ക് പോലും AC റൂമിൽ ഇരുന്നിട്ട് പോലും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാവുള്ളേ. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ പാമ്പ് അതുപോലുള്ള വിഷജന്തുക്കള്, വെനമസ് ആയിട്ടുള്ള ഈ ജീവികള്, അവര് മാളം വിട്ട് പുറത്തു വരുന്നത് ഈ ചൂട് മാളത്തിനുള്ളിൽ സഹിക്കാൻ വയ്യാതെ വരുന്നത് കൊണ്ടാണ്. അവർക്ക് പഴയ പോലെ ജലം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ ഈ നനവുള്ള ഭാഗങ്ങൾ, വെള്ളം ഒഴുകി പോകുന്ന, അല്ലെങ്കിൽ പൈപ്പ് ടാപ്പിന്റെ ചൂട്, അവിടെ തണുപ്പ് തേടി തണുപ്പത്ത് വന്നിരിക്കാനും വെള്ളം കുടിക്കാനുമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിടുക. ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട് വീടിന്റെ സൈഡിൽ വിറകുകൾ കൂട്ടിയിടുന്നത്. അത് ഏറ്റവും വലിയ ഒരു അപകടകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പൂച്ചകളെ വളർത്തുന്നു. അപ്പൊ പാമ്പിനെ പിടിക്കാൻ പൂച്ചയെ വളർത്തുന്നു എന്ന് പറയുന്നു. അത് പൂച്ചയും ഒരു അപകടമായ ഒരു കാര്യമാണ്. കാരണം ചെറിയ പാമ്പ്, മൂർഖൻ, അണലിയുടെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ നടുവേ കടിച്ച് പൊട്ടിച്ചെടുത്തോണ്ട് നമ്മുടെ ബെഡിലെല്ലാം കൊണ്ടിടും. അപ്പൊ നമ്മൾ ഈ പൂച്ചയാണേലും വീടിനുള്ളിൽ കയറാൻ സമ്മതിക്കാതിരിക്കുക. അതിനപ്പുറം തന്നെ ഈ ടൈലുള്ള ഈ പ്രതലത്തിലെ പാമ്പ് ഇഴയത്തില്ലെന്ന് പറയാം. പക്ഷെങ്കിൽ അതിന്റെ എങ്ങനെയാണ്? എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടൈലുള്ള ഒരുപാട് വീടിനുള്ളിൽ നിന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ടൈലിന് പണ്ടയ്ക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിന് ഗ്രിപ്പിംഗ് കുറയുമെന്നുള്ളതല്ലാതെ പാമ്പിന് ടൈലെ കൂടെ പോകുന്നതിന് പാടില്ല. അതുപോലെ ടാർ റോഡിലും ചെറിയ ഗ്രിപ്പിംഗ് കുറയും. ഇതിന് ആ ഒരു പെട്ടെന്ന് പോകാനുള്ള മൂവിങ് കുറയും. ടൈലിനാണെങ്കിൽ കുറച്ച് തെന്നൽ വരും. ഇതിന് ഒരു എന്താ പറയുക, തെന്നലുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു വ്യത്യാസം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ടൈലിട്ട വീട്ടിലും പാമ്പ് കയറാം. ഈ ടിജിന്റെ ജീവിതത്തിലെ ഈ കഴിഞ്ഞ ദിവസം കല്ലൂപ്പാറയിൽ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ചൊരു
ടെന്റിനകത്ത് അതെ, അതെ അതെ, നമ്മളെ ഒരു കുടുംബക്ഷേത്രമായിരുന്നു. കല്ലൂപ്പാറയുള്ള ഒരു കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിനകത്ത് നെറ്റിൽ കുടുങ്ങിയ നിലയിലാണ് ആ പാമ്പിനെ കാണപ്പെട്ടത്. ഒരു ഇരുമ്പ് നെറ്റായിരുന്നു. അത് പകുതി ഭാഗം അപ്പുറത്തോട്ടും പകുതി ഭാഗം ഇപ്പുറത്തോട്ടുമായിരുന്നു. അപ്പൊ ഇവര് വിളിച്ച്, ഞാൻ വൈകിട്ടാണ് വിളിക്കുന്നത്, വൈകിട്ട് ചെന്നു. നല്ലൊരു മഴയുള്ള സമയമായിരുന്നു. പക്ഷെ അവരുടെ നല്ല സഹകരണം കൊണ്ട് നമുക്ക് ഞാൻ തന്നെ അതിനെ കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് സേഫ് ആയിട്ട് റാന്നി ഫോറസ്റ്റ് ഓഫീസിലെ RRTക്ക് കൈമാറാൻ വേണ്ടി സാധിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്തോ ഈ പാമ്പ് പിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചുറ്റുപാട് പരിസരങ്ങളെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി ഇടുക. ഈ വിറക് കാര്യങ്ങളൊന്നും വാരി വെക്കാതിരിക്കുക. പിന്നെ ചില ആൾക്കാർ ധൈര്യം കാണിച്ച് ഇതിനെ തല്ലിക്കൊല്ലാൻ പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ എന്താ പറയുന്നത്, ഈ വലിയ മൂർഖനൊക്കെ ആണെങ്കിൽ ചാടി കടിക്കാനോ അണലിയൊക്കെ ജമ്പ് ചെയ്ത് കടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊന്നും മുതിരാതെ എല്ലാ RRT ഓഫീസർമാരെ പണ്ടത്തോലൊന്നും അല്ല, എല്ലാ അതിന് വേണ്ട ഓഫീസർമാരെല്ലാം ഉണ്ട്. വണ്ടിയാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള വോളണ്ടിയർമാരുണ്ട്. ഞങ്ങൾ ഏത് രാത്രിക്കാണെങ്കിലും ഞങ്ങൾ എത്തുന്നതാണ്. അതുകൊണ്ട് കൂടുതലും സ്വന്തമായി റിസ്ക് എടുക്കാതെ ഞങ്ങളെയൊക്കെ വിളിച്ച് അതിനെ സേഫായിട്ട് അന്നേരം അറിയിച്ച് അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പരിശീലനം സൃഷ്ടിച്ച പാമ്പ് പിടുത്തക്കാരുണ്ട്. അവരുടെ സേവനം രാത്രിയാണേലും പകലാണേലും ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1300-ലധികം മൂർഖൻ പാമ്പിനെ മാത്രം പിടികൂടിയിട്ടുള്ള പത്തനംതിട്ട ചുങ്കപ്പാറ ടിജിൻ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.